മാഷ് സാർ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട പോളിംഗ് ആണ് ഇന്ന് നടക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ് ഇനി ആരാണ് കേരളം ഭരിക്കേണ്ടതെന്ന് ഒരു പരിധിവരെ തീരുമാനിക്കുന്നത് ആ തെരഞ്ഞെടുപ്പിലെ ഫലങ്ങളായിരിക്കും. ഇത്തവണ നമുക്ക് UDF-നെയും LDF-നെയും വിടാം. കാരണം സ്വർണ്ണക്കൊള്ളയും പെണ്ണ് കേസും ഒക്കെ ആയിട്ട് വലിയ പ്രതിസന്ധിയിലാണ് അവർ രണ്ടുപേരും. ജനങ്ങൾ അവരെങ്ങനെയാണ് സ്വാധീനം ചെലുത്താൻ പോകുന്നത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കഴിയട്ടെ. ഇപ്പോൾ വിശുദ്ധരായി നിൽക്കുന്നത് BJP ആണ്. വലിയ കളങ്കമൊന്നും ഏൽത്തിയിട്ടില്ല ഇതുവരെ. ഇനി ഏൽക്കാൻ പോകുന്നുണ്ടോ സ്വർണ്ണക്കൊള്ളയിൽ അല്ലെങ്കിൽ ശബരിമലയിൽ പങ്കുണ്ടോ എന്നൊക്കെ ഉള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. എന്തായാലും ഇപ്പോൾ അത്യാവശ്യം വിശുദ്ധരായി നിൽക്കുന്നത് BJP ആണ്. ഈ BJP-യുടെ സാധ്യത എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത്? അല്ല, വിശുദ്ധരായി നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ അധികാരത്തിന് പുറത്തു നിൽക്കുന്നവർ വിശുദ്ധരാണ്. പക്ഷേ അവരെ പലപ്പോഴും ബാധിക്കുന്നത് കേന്ദ്ര ഭരണത്തിൻ്റെ സ്വാധീനത്തിൽ അവർക്ക് നടത്താൻ കഴിയുന്ന അഴിമതിയും അതേപോലെ തന്നെയുള്ള പ്രശ്നങ്ങളാണ് പലപ്പോഴും അവർ ഇടപെടാറും ബന്ധപ്പെടാറും ഒക്കെ ഉള്ളത്. അതൊക്കെയാണ് പല ഘട്ടങ്ങളിലും അവരെ ബാധിച്ചിട്ടുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ എന്താണ് BJP-യുടെ സാധ്യത എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം ഈ തെരഞ്ഞെടുപ്പ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ വളരെ നിർണായകമായി മാറും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിൻ്റെ കാരണം ധന്യ പറഞ്ഞ പോലെ BJP എങ്ങനെ അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളൊക്കെ എത്രയോ കൂടുതൽ വോട്ട് അവർക്ക് ഈ തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ട് കഴിയും. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമുക്കറിയാം 2 കോർപ്പറേഷനുകളിൽ അതിശക്തമായിട്ടുള്ള മുന്നേറ്റമാണ് BJP നടത്തിയിട്ടുള്ളത്. ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് തൃശ്ശൂരും. ഈ 2 കോർപ്പറേഷനുകൾ അധികാരത്തിൽ വരാനായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വഴി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവർ. കാരണം തൃശ്ശൂർ ഇപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ പഠിച്ച സമയത്ത് മനസ്സിലാക്കിയത് 55 വാർഡുകളിൽ 36 അവർക്ക് ഭൂരിപക്ഷം ഉണ്ട് ശരിക്കും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. സുരേഷ് ഗോപി ജയിച്ച തെരഞ്ഞെടുപ്പിൽ 36 വാർഡുകളിൽ BJP-ക്ക് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അവിടെ ഭരണത്തിൽ വരാനായിട്ട് 36 വേണ്ട. നമ്മൾ നോക്കിയാൽ ഒരു 28 കൗൺസിലർമാരുണ്ടെങ്കിൽ അവർക്കവിടെ ഭരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ 36 ഇങ്ങനെ ഭൂരിപക്ഷം വന്ന ഒരു പശ്ചാത്തലം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് അവർക്കതിലേക്ക് വരാനായിട്ട് വഴി തുറക്കുന്നതിന് ഖുശ്ബുവിനെ പോലെയുള്ള ആളുകളൊക്കെ അവിടെ എത്തി അവരുടെ പ്രചരണമൊക്കെ നടത്തി. പക്ഷേ തിരുവനന്തപുരത്ത് BJP നടത്തിയ പോലെ ഒരു മുന്നേറ്റമോ അതേപോലെ ഇടപെടലോ തൃശ്ശൂരിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. തിരുവനന്തപുരത്ത് എന്താ BJP പറഞ്ഞത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 45 ദിവസം കഴിയുമ്പോഴേക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരും. തിരുവനന്തപുരം പട്ടണം എന്ന് പറയുന്നത് ലോകോത്തരമായിട്ടുള്ള ഒരു പട്ടണമായി മാറ്റുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രൊജക്റ്റ് പ്രഖ്യാപിക്കുന്നവർ. എന്തുകൊണ്ട് തൃശ്ശൂർ അവരത് പറഞ്ഞില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അവരോട് ചോദിക്കാം. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആധിപത്യം വളർത്തുന്ന തരത്തിലേക്ക് എങ്ങനെ ഇതൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിൻ്റെ നല്ല ഹോംവർക്ക് അവർ നടത്തിയിരുന്നു. UDF നിർത്തുന്നതിനേക്കാൾ എത്രയോ കൂടുതൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെയാണ് BJP നടത്തിയത്. അത് ശ്രദ്ധിച്ചില്ല. അതായത് എനിക്ക് തോന്നുന്നത് ഈ ക്രൈസ്തവരുടെ മുന്നിലേക്ക് ഇവർ പറഞ്ഞു കൊടുക്കുകയെന്ന് വെച്ചാൽ വരൂ നിങ്ങൾ സ്ഥാനാർത്ഥികളാവെന്ന് പറഞ്ഞാൽ എല്ലായിടത്തും അവർ സ്ഥാനാർത്ഥിയാക്കി ഇരിക്കുന്നു. ഏതാണ്ട് 2000-ന് സ്ഥാനാർത്ഥികളെ BJP നിർത്തി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഉള്ള വോട്ട് ഷിഫ്റ്റ് എന്ന് പറയുന്നത് BJP-യിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. ആ ലക്ഷ്യമൊക്കെ അവർ സാക്ഷാത്കരിക്കും എന്നാണ് നമ്മൾ കണക്കാക്കുന്നത്. പക്ഷേ ഏതെങ്കിലും കോർപ്പറേഷനിൽ അവർ അധികാരത്തിൽ വരുമോ ഇല്ലെന്നുള്ള കാര്യത്തിന് ഇനിയും നമ്മൾ കാത്തിരിക്കേണ്ടതായി. മുന്നേറ്റമുണ്ട്. ആ മുന്നേറ്റം ഭരണാധിപത്യത്തിലേക്ക് വരൂ എന്നുള്ളതാണ് BJP-യുടെ പ്രധാനപ്പെട്ട വിഷയം. BJP എങ്ങനെ ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കുമ്പോൾ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനിലൊക്കെ മുൻപത്തിനേക്കാൾ കൂടുതൽ ആധിപത്യം പുലർത്തിയാൽ അത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു ഷിഫ്റ്റായിട്ട് മാറാൻ സാധ്യത. മാഷ് പറഞ്ഞതിൻ്റെ ഒരു ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ഞാൻ പറയുമ്പോൾ സംശയം പ്രകടിപ്പിച്ചു. എന്തുകൊണ്ട് തൃശ്ശൂരിൽ അവർ ഇതുപോലെ പ്രധാനമന്ത്രിയുടെ ആ ഒരു പ്രസംഗം പ്രക്ഷേപണം അല്ലെങ്കിൽ കേൾപ്പിച്ചില്ല എന്നുള്ള ചോദ്യം.
അത് പ്രശ്നമല്ല, തലസ്ഥാനത്ത് എന്തുകൊണ്ട്? മോദി വന്ന തലസ്ഥാനത്തെ മാറ്റങ്ങളിലേക്ക് കൊണ്ടുവരും, വികസനത്തിന്റെ അങ്ങനെയല്ല. മാറ്റങ്ങളിലേക്ക്. നമ്മുടെ ഏതൊരു സംസ്ഥാനത്തായാലും തലസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രസ്റ്റീജാണ്. ഇപ്പോൾ നോക്കൂ, മഹാരാഷ്ട്ര തലസ്ഥാനം മുംബൈയാണ്, തൊട്ടടുത്ത താനേക്കോ നാഗ്പൂരിനോ ആ വെയിറ്റ് ഇല്ല. അപ്പോൾ ഡൽഹിയിൽ തന്നെ, ഡൽഹി എന്ന് പറയുന്നത് പ്രസ്റ്റീജ് പോരാട്ടം നടക്കുന്ന സ്ഥലമാണ്. എല്ലാ സ്ഥലങ്ങളിലും ഈ സംസ്ഥാന തലസ്ഥാനം എന്ന് പറയുന്ന പ്രസ്റ്റീജ് പോരാട്ടങ്ങളുടെ ഒരു വേദിയാണ്. എന്തെന്ന് വെച്ചാൽ പിന്നെ സാർവദേശീയ നേതാക്കളായാലും ശരി, ദേശീയ നേതാക്കളായാലും ശരി, ആര് വരുമ്പോഴും അവിടെ സ്വീകരിക്കാൻ ഷെറീഫ് എന്ന് പറയുന്ന മേയർ ഉണ്ടാവും. മേയറുടെ വസ്ത്രം അതിപ്പോൾ എല്ലാവരും ഒന്നും ഉപയോഗിക്കാറില്ല, ആ വസ്ത്രത്തിൽ തന്നെ സ്വീകരിക്കുക. ഒരു പ്രസ്റ്റീജ് പ്രശ്നമാണ്, പാർട്ടിയുടെ ഒരു പ്രസ്റ്റീജിൻ്റെ ഇഷ്യൂ കൊണ്ടാണ്. ഇന്ന് മാത്രമല്ല, അവിടുത്തെ നമ്മുടെ ഈ സ്ലിപ്പുകളിൽ, വോട്ടർമാർക്ക് കൊടുത്ത സ്ലിപ്പുകളിൽ തന്നെ 2 QR കോഡുകൾ ഉണ്ടായിരുന്നു. ഒരു QR കോഡിൽ നിങ്ങളുടെ ബൂത്തിലേക്കുള്ള വഴിയും, മറ്റേ QR കോഡിൽ പ്രധാനമന്ത്രി നടത്തുന്ന ഈ പ്രക്ഷേപണം, ഇതാണ് നിങ്ങളുടെ നാട്ടിന് പ്രധാനമന്ത്രി ചെയ്യാൻ പോകുന്ന പ്രഖ്യാപനങ്ങളും. അവർ കൊടുത്ത, എനിക്ക് കിട്ടിയ നോട്ടീസ്, അവർ തന്ന നോട്ടീസിലും ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. 45 ദിവസത്തിനകം പ്രധാനമന്ത്രി ഇവിടെ വരും, ഇവിടേക്ക് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തും. ഇത് ഞങ്ങൾ മറ്റുള്ളവരെ പോലെ വാഗ്ദാനമല്ല നടത്തുന്നത്, ഇത് യാഥാർത്ഥ്യമാണ്, റിയലാക്കാൻ പോവുകയാണ്. ഇവരെ ഉദ്ദേശിച്ചിരുന്ന 2 കോർപ്പറേഷനുകൾ എന്ന് പറയുന്നത്, ഒന്ന് തൃശ്ശൂരും അതുപോലെ തിരുവനന്തപുരം, 2 ടീകളാണ്. അപ്പോൾ അതിലിപ്പോൾ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് ശരിയാണെങ്കിൽ, വേറെ ഒരു സർവേ ഒന്നുമല്ല, ഏതാണ്ട് 65ഓളം സീറ്റുകളിൽ BJP അവിടെ മുന്നേറ്റം നടത്തി. വലിയ അത്ഭുതമൊന്നുമല്ല. ഇപ്പോൾ തന്നെയ്ക്ക് തിരുവനന്തപുരത്തിൻ്റെ ഒരു ഇക്കോ സിസ്റ്റം അറിയാവുന്നത് കൊണ്ടും അവിടുത്തെ ഒരു പൊളിറ്റിക്സ് അറിയാവുന്നത് കൊണ്ട് 65ഓളം സീറ്റുകളിൽ ഇപ്പോൾ അവർക്ക് മുന്നേറ്റം ഉണ്ടെന്നാണ് പറയുന്നത്. ഇതൊന്നും യാഥാർത്ഥ്യമാണോന്നില്ല, ഇതൊക്കെ ചുമ്മാ കുറച്ച് അത്യുക്തിയും കൂടെ ചേർത്ത് പറയുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ശബരിനാഥൻ വെള്ളം കുടിക്കുകയാണെന്നുള്ളതും വരുന്നുണ്ട്. ഇതിനോട് ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്ന് പറയുന്നത്, തൃണമൂല തലത്തിലും ബൂത്ത് തലത്തിലും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ വളരെ വീക്കായിരുന്നു. എല്ലായിടത്തും കൊട്ടിക്കലാശം നടത്തുന്നതിൽ പോലും അത് പ്രതിഫലിച്ചിട്ടുണ്ട്. ശോഭ കെട്ട കൊട്ടിക്കലാശമാണ് കോൺഗ്രസിൻ്റേത്. മറ്റേത് 2 പേരും, കാവ്യായാലും ചുവപ്പായാലും, ആ കൊട്ടിക്കലാശം എന്ന് പറയുന്നത് വളരെ ശോഭയാർന്നതായിരുന്നു 2 പേരുടെയും. ഇപ്പം മത്സരം നടക്കുന്നത് പ്രധാനമായിട്ടും കേരളത്തിലുടനീളം BJPയും അതുപോലെ CPM തന്നിലാണെന്നൊരു പ്രതീതി ഉളവാക്കുമ്പോൾ തന്നെ, എന്നോട് വിശ്വസ്തനായ ഒരു മുസ്ലിം സുഹൃത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കോൺഗ്രസ്സുകാരനാണ്, ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഞാൻ കോൺഗ്രസ്സിലാണ്, പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഞാൻ പോൾ ചെയ്യുക, വോട്ട് ചെയ്യുക CPMനായിരിക്കും. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, BJP വരാതിരിക്കാൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. കാരണം തൃണമൂല തലത്തിൽ അവർക്ക് ആ ബൂത്ത് തലത്തിൽ അവരുടെ പ്രവർത്തനമേ ഇല്ല. അതുകൊണ്ട് CPMൻ്റെ മെഷീനറി വളരെ ശക്തമാണ്. ബൂത്ത് തലത്തിൽ ശരിക്കും BJPയെ വെല്ലുന്ന അതിശയിക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ് അവർ കാഴ്ചവെക്കുന്നത്. അത് റിസൾട്ടായി മാറുമെന്നുള്ളത് മാത്രമേ ചോദ്യമായിട്ട് വരുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ മുസ്ലിം മഹാഭൂരിപക്ഷത്തിൻ്റെ വോട്ടുകളുണ്ടല്ലോ, മുസ്ലിം ലീഗുള്ള മലപ്പുറത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, മറ്റിടങ്ങളിൽ ഒരു സംരക്ഷകൻ എന്നുള്ളതിൽ BJPയെ ആവശ്യമില്ലാതെ ഭയക്കുന്നതുകൊണ്ടും തീർച്ചയായിട്ടും അത് വീഴുന്നത് CPMനായിരിക്കും. അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന BJPക്കുണ്ടാകുന്ന ഗ്ലാനിയോ അല്ലെങ്കിൽ CPMനുണ്ടാവുന്ന നേട്ടമോ എന്താണെന്നുള്ളത് ഇനി നമുക്ക് ഈ ഫലം എണ്ണി തുടങ്ങുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. 2 പേരുമാണ് ഇതിനകത്തെ കണ്ടസ്റ്റൻസ് എന്ന് ഞാൻ പറയും. പക്ഷേ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ ഈ ഒരുപക്ഷെ തലസ്ഥാനവും ഇപ്പോൾ തൃശ്ശൂരും അല്ലെങ്കിൽ പല സ്ഥലങ്ങളും BJPക്ക് സ്വന്തമായാൽ അതൊരു വാതിൽ തുറക്കലാണ്, നിയമസഭയിലേക്കുള്ള BJPയുടെ ഒരു വാതിൽ തുറക്കലാണ്. അങ്ങനെയാണ് എങ്കിൽ നിയമസഭയിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് എത്രത്തോളം പ്രയോജനം ചെയ്യും? അല്ല, നിയമസഭയിലേക്ക് അവർ മത്സരിക്കുമ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പ്രതിപക്ഷമാകുക എന്നുള്ളതാണ്. പ്രതിപക്ഷം എന്ന് പറയുന്നത് ഞങ്ങളാണ് എന്ന് സ്ഥാപിച്ചെടുത്താൽ മാത്രമാണ് അവർക്ക് നിലവിലുള്ള സാധ്യതകൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. കോൺഗ്രസും അതേപോലെ തന്നെ CPM തമ്മിൽ പരസ്പരം മത്സരിക്കുകയും ഒന്ന് ഭരണപക്ഷവും മറ്റേ പ്രതിപക്ഷമായിട്ട് നിൽക്കുകയും ചെയ്യുന്ന സമയത്ത് BJPയുടെ സ്പേസ് വളരെ ചെറുതാണ്. അത് മറികടക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്ത് ചെയ്യണം? ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ തങ്ങൾ വലിയ ശക്തിയാണ് എന്ന് പ്രകടമാക്കാനായിട്ട് കഴിയണം. ഇപ്പോൾ 20% വരെ വോട്ടുകളാണ് ഇതുവരെ അവർക്ക് കൂടുതലായിട്ട് ബാഗ് ചെയ്യാനായിട്ട് കഴിഞ്ഞു. അതിന് അപ്പുറത്തേക്ക് പോകുമോ, അതാണ് അവർ നോക്കുന്നത്. പോവും എന്നാണ് അവർ പലരും പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഈ കാര്യത്തിൽ മാഷിൻ്റെ കാര്യത്തിന് ചേർത്തൊരെണ്ണം പറയാൻ, സത്യസന്ധനായ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ മാഷൻ സമ്മതിക്കുന്ന G. സുധാകരൻ സ്റ്റോപ്പ് ദ പ്രസ് ആയിട്ടൊരു കാര്യം പറയുണ്ടായി ഇതിനോട് ചേർത്ത് തന്നെ. അടുത്ത ഒരു സെമി ഫൈനലാണല്ലോ, ഫൈനൽ എന്ന് പറയുന്ന നിയമസഭയാണ്. നിയമസഭയിൽ 5 സീറ്റുകൾ BJP ഉറപ്പായിട്ട് നരിക്കും. അവിടെയൊക്കെ വലിയ നേട്ടം, മാഷിൻ്റെ മണ്ഡലമായ കായംകുളത്തൊക്കെ വലിയ മുന്നേറ്റമാണ് BJP നടത്തുന്നത്. 5 സീറ്റ് കിട്ടിയാൽ 1900 അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുമ്പോൾ, അതായത് 27/5/32 2032 BJP അധികാരത്തിൽ വരും. അഡ്ജസ്റ്റ്മെൻറ്റ് രാഷ്ട്രീയം അങ്ങനെ വരുമെന്നാണ് മാഷ് സ്റ്റോപ്പ് ദ പ്രസ്സായിട്ട്, പ്രശ്നം ഓഫ് ദ റെക്കോർഡായിട്ട് പറഞ്ഞ ഒരു കാര്യം.
വളരെ സത്യസന്ധനായ അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ഒരു വിലയിരുത്തലുണ്ട്. ബ്രാഞ്ച് കമ്മിറ്റിയിലാണ് ഇപ്പോൾ അദ്ദേഹം പ്രവർത്തിക്കുന്നത്. അദ്ദേഹം നടത്തിയ ഒരു നമുക്ക് അവഗണിക്കാൻ പറ്റില്ല. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ അവിടെ കാവിക്കൊടിയുടെ അതിപ്രസരം തന്നെയാണ് ഈ ഉൾനാടുകളിലൊക്കെ, കമ്മ്യൂണിസ്റ്റ് കോട്ടയായിരുന്ന സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെ, എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ ഫലം വരട്ടെ. നമ്മൾ ജനങ്ങൾ തീരുമാനിക്കട്ടെ ആര് ഭരിക്കണം, ആര് വാഴണം, ആര് വീഴണം. വി ദ പീപ്പിൾ. അതെ.